സുഹൃത്തുക്കളെ, എന്റെ നിരകളിലേക്ക് മധുനായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു മന്ത്രിയുടെ അളിയനെ അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു. അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇതൊരു വലിയ അഴിമതിയാണ്, ഇതിനെ ന്യായീകരിച്ച് ആരും ഇതുവരെ ഒരു ശബ്ദവും പുറപ്പെടുവിച്ച് കണ്ടില്ല. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഞാനിതിനെ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇത് ഈ പ്രൊഫഷനിൽ മാത്രം, രാഷ്ട്രീയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ബന്ധുക്കൾക്കും മക്കൾക്കും ഒരു സ്റ്റിഗ്മ, ഒരു കുരുട്ട് കൽപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ വേറെ എല്ലാ പ്രൊഫഷനിലും ഇപ്പോൾ ഒരു പട്ടാളക്കാരന്റെ മകൻ വലിയ പട്ടാളക്കാരനായി ഓഫീസറായത് വലിയതല്ലേ, ഒരു ഡോക്ടറുടെ മകൻ വലിയ ഡോക്ടറാകുന്നത് നല്ല കാര്യം, ഒരു വക്കീലിന്റെ മകൻ വളരെ പ്രശസ്ത വക്കീലാകുന്നത് നല്ല കാര്യം. ഈ രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് മാത്രം ഒരു തരത്തിൽ അത് മോശമാണ്, അഴിമതിയാണ് എന്നൊരു പ്രവണത. അത് ഒട്ടും തന്നെ ശരിയല്ല. കാരണം നമ്മുടെ നാട്ടിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതമാണ്. അത് സായിപ്പിനാണ് ഏറ്റവും വലിയ അസൂയ ഇക്കാര്യത്തിൽ. ഏഷ്യയിൽ 150 കോടി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി കാലാകാലങ്ങളിൽ ഒരു സർക്കാരിനുണ്ടാക്കുന്നതൊക്കെ ഇതെല്ലാം അവരുടെ കുത്തക ആണെന്നൊരു വൈപ്പായിരുന്നു. ഇപ്പൊ അതല്ലാതെ തെളിഞ്ഞപ്പോൾ അവരുടെ മനോഭാവം അതാണ്. ഇതിന് പിന്നിലുള്ള ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊഫഷണൽ പൊളിറ്റിക്കൽ സമൂഹം ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ളതാണ്. ഇത് ഇല്ലാത്ത രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ. ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം എടുത്തു, അങ്ങനെ സ്ഥിതിവിശേഷമേ അവിടെ ഇല്ല. അവിടെയെല്ലാം എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പട്ടാളത്തിൽ ചേരുക, എന്നിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അത്തരത്തിൽ ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസിന്റെ അഭാവം അവിടെ വളരെ വലുതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോ വന്നിരിക്കുന്നത് ഒരു മന്ത്രി, പുതുതായിട്ടൊരു മന്ത്രി അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട്, പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നവരെ നിയമിച്ചിരിക്കുന്നു. നിയമിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിരുന്നു. ഈ പറയുന്ന മന്ത്രിയുടെ പാർട്ടിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനും കൂടിയാണ്. അപ്പൊ മന്ത്രിക്ക് അങ്ങനെയുള്ള ഒരാളിനെ വയ്ക്കുന്നതിൽ അത് ബന്ധുവായതുകൊണ്ട് അത് ഡിസ്ക്വാളിഫൈ ആവണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതൊക്കെ ഒരു എന്താ പറയുക, ബോഷ്കത്തരമാണ്. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിൽ ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കാരുടെ ബന്ധുക്കളെയൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പബ്ലിക് പോസ്റ്റ്, അതിനകത്ത് ഒരു വേക്കൻസിയും 50 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അധികാരത്തിരിക്കുന്നവരുടെ മക്കൾക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തി, അതൊക്കെ എന്താ പറയാ, ബന്ധു നിയമത്തിന് യോജിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതെങ്ങനെയാണോ എനിക്ക് ഉദാഹരണമായിട്ട് തോന്നുന്നത് മറ്റു രാജ്യങ്ങളുടെ കാര്യമാണ്. അവിടെയൊക്കെ ഇതൊരു വലിയ കോംപ്ലിമെന്റ് ആയിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അമേരിക്ക ഉണ്ടാകുന്ന സമയത്ത് ഒരു സെനറ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് തന്നെയായിരുന്നു. അപ്പൊ അത്തരത്തിൽ വേണം ഇതിനെ കാണുവാനായിട്ട്. അതല്ലാതെ നമ്മുടെ ഒരു ഉണ്ടല്ലോ, എല്ലാ അഴിമതിയാണ്. മന്ത്രിക്ക് ഇതിങ്ങനെ ചെയ്തത് വളരെ അപകീർത്തികരമാണെന്നൊക്കെ ഉള്ള ഈ ആക്ഷേപം ഇവിടുത്തെ വലിയ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറഞ്ഞ ഇങ്ങനെ നിശ്ചിതമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതിനെ കർക്കശമായിട്ട് അപലപിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.